ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എന്താ വിശേഷം? നമുക്കിന്നൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അതിനായി ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടേ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ചീരകവും കറുകപ്പട്ടേൻ്റെ ഇലയും കുഞ്ഞു കഷ്ണങ്ങളാക്കി നുറുക്കിയ കറുകപ്പട്ടയും വേണം കേട്ടോ. ഇതാണ് ഞാൻ വറവിടാൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമുക്കിനി മസാലകൾ നോക്കാം. നമുക്ക് ചിക്കൻ മസാലയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, പിന്നെ മല്ലിപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്. അതിൻ്റെ മുകളിൽ കാണുന്നതിൽ ഒരു കുറച്ച് വേറൊരു കളറ് അത് നമ്മുടെ ഗരം മസാലയാണ് കേട്ടോ. അത് ഒരു നുള്ളു മതി. പിന്നെ നമുക്ക് പച്ചമുളക് വേണം, ഇഞ്ചി വേണം, സവാള വേണം, വെളുത്തുള്ളി വേണം, തക്കാളിയും വേണം. ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമ്മൾ വഴറ്റി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടേ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കറുകപ്പട്ടയും പെരിഞ്ചീരകവും കറുകപ്പട്ടേൻ്റെ ഇലയും കൂടെ നമ്മൾ ആ എണ്ണയിലേക്ക് വറവെണ്ണയിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളിയില്ലേ, വെളുത്തുള്ളി, സവാള, പിന്നെ ആ പച്ചമുളകില്ലേ, പച്ചമുളക്, ഇത്രയും സാധനങ്ങളും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും അതേപോലെ തന്നെ തക്കാളിയും ഇല്ലേ, അത് ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ. ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. എന്നിട്ട് നമുക്ക് അത് ഒരത്യാവശ്യം നല്ല രീതിയിൽ വഴന്ന് വന്നതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അത് നല്ല പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ടെങ്കിലാണ്, മീൻസ് തക്കാളി കേട്ടോ, തക്കാളി നല്ല പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ടെങ്കിൽ ആ ചാറിനൊക്കെ നല്ലൊരു കൊഴുപ്പും കിട്ടും, നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ. എന്നിട്ടത് നന്നായിട്ട് തന്നെ കണ്ടോ, ഞാൻ വഴറ്റുന്നത് കണ്ടോ, നന്നായിട്ട് വഴറ്റിയെടുക്കുക. കണ്ടോ തക്കാളിയൊക്കെ വെന്ത് അതിൻ്റെ തോലിങ്ങനെ പറഞ്ഞ് വരാവുന്ന പോലെ ആ ഒരു പരുവമായിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് അങ്ങ് ഉടച്ചു കൊടുത്തേക്കുക. കണ്ടോ ഈ ഒരു പരുവമൊക്കെ ആയാൽ മതി. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി ഒന്നങ്ങോട്ട് ഉടച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ആ നമ്മൾ നല്ല വഴന്ന് വന്നേക്കുന്ന ഈ തക്കാളിയില്ലേ, ഇതിനകത്തോട്ടാണ് നമ്മളിനി ഇതിൻ്റെ മസാല ചേർക്കാൻ പോകുന്നത്. മസാലകളെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഗൈസ്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാലേ നമ്മുടെ കറിക്ക് നല്ലൊരു കളറ് കിട്ടത്തുള്ളൂ, നല്ലൊരു കറുത്ത കളറ് വരണ്ടേ, അതിന് വേണ്ടിയിട്ടാട്ടോ. ഉള്ളി ഇങ്ങനെ വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഇതിനകത്തിട്ടിട്ടില്ലേ നമ്മൾ വേവിക്കുന്നത്, അപ്പോൾ അതങ്ങോട്ട് അലിഞ്ഞു പോകത്തില്ല. ആ ഉള്ളി അതേപോലെ കിടന്നോളും, ഇങ്ങനെ ഒന്ന് വാട്ടുന്ന കാരണം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഇങ്ങനെ പിന്നെ എന്താ പറയുക, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല കറുത്ത് വരട്ടെ കേട്ടോ. ഒരത്യാവശ്യം നല്ല കളറാവട്ടെ. നമ്മൾ അതിനകത്തേക്ക് വെള്ളം ചേർത്തിട്ട് ചിക്കൻ വേവിക്കാൻ നേരത്ത് അതിനൊരു കളറ് കുറവായിരിക്കും. പക്ഷേ അതൊന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും നല്ല കളറാവും കേട്ടോ, നല്ല കറുത്ത കളറാവും. നമ്മൾ എന്നിട്ട് ഈ മസാലയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കത് തിളപ്പിക്കണം. അതൊന്ന് തിളപ്പിച്ചിട്ടാണ് ഞാൻ സാധാരണ ചിക്കൻ അതിനകത്തോട്ട് ഇടാറ് കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട്, അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ചിക്കനല്ലേ, അതിനകത്തും കുറച്ച് വെള്ളം ഉണ്ടാവും. അത് തിളച്ച് വേവാൻ അധികം വെള്ളം വേണ്ടല്ലോ. അപ്പോൾ ഇത് കണ്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കണ്ടോ നല്ല രീതിയിൽ അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എല്ലായിടത്തും മസാല എത്താൻ പാകത്തിന് ഇങ്ങനെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കതിനെ ഒരു മൂടി വെച്ചിട്ട് മൂടിയിട്ട് വേവിക്കാൻ വെക്കാം. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് കുറച്ച് കപ്പ അങ്ങ് പുഴുങ്ങിയെടുത്താലോ. അപ്പോൾ ഞാൻ അതിനകത്തൊരു തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ കപ്പ കുക്കറിൽ വേവിച്ചതാണേ. ഒറ്റ ബിസിൽ മതിയല്ലോ, അതാകുമ്പോൾ എളുപ്പപ്പണിയാണല്ലോ. എന്നിട്ട് ഞാനൊരു ചെരുവം അടുപ്പത്ത് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ, ചൂടാവാൻ വേണ്ടിയിട്ട്. അതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാനുള്ളതാണ്. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കടുക് മണി അങ്ങ് ഇട്ടിട്ട് പൊട്ടിച്ചങ്ങ് എടുക്കണം. പിന്നെ കൂടാതെ നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഈ സംഭവങ്ങളൊക്കെ ഇല്ലേ, എന്താ പറയുക, കുനുകുന അരിഞ്ഞേക്കുന്ന ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും തേങ്ങയൊക്കെ കൂടെ ഇട്ടിട്ട് ഇതിനകത്തൊന്ന് വറവിടാനുണ്ട്. കണ്ടോ കടുക് അതാ പൊട്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് ആ ഉള്ളിയും, തേങ്ങ ഇപ്പോൾ ഇടണ്ട കേട്ടോ, ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചേക്കുന്ന ഇട്ടിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പിന്നെ വാട്ടിയെടുക്കാം കേട്ടോ. അത് ആദ്യം തന്നെ ഞാൻ പിന്നെ കപ്പ വേവിക്കാൻ നേരത്തെ അതിനകത്ത് മഞ്ഞളിട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മഞ്ഞളിട്ടിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ മഞ്ഞളിടണം എന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ആ കുക്കറിൽ തന്നെയാണ് ചോറ് വെക്കുന്നത്, അതുകൊണ്ട് പിന്നെ ഞാൻ അതിനകത്ത് മഞ്ഞളിടാഞ്ഞ കേട്ടോ. അപ്പോൾ നമുക്ക് മഞ്ഞളിട്ടിട്ട് വേവിച്ചാലും മതി. എന്നിട്ട് നമുക്ക് ആ തേങ്ങയും മഞ്ഞളും കൂടി ഇല്ലേ, അതും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അങ്ങ് വേവേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നങ്ങ് ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഫുള്ളായിട്ട് ആ മഞ്ഞൾ കണ്ടോ അങ്ങോട്ട് മിക്സായി വരട്ടെ. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക്
നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കപ്പയില്ലേ അതങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് മിക്സാക്കി എടുക്കണം. ഇത് ഞാൻ നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ കപ്പ അങ്ങിടാം. കപ്പ ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് അങ്ങോട്ട് എടുക്കുക. അപ്പം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അതൊരു സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ എണ്ണയും പിന്നെ ആ ഉള്ളിയും ഇതെല്ലാം കൂടെ വരുന്നത്. എന്നിട്ട് ഈ നല്ല വൃത്തിയിൽ നല്ല സൂപ്പറായിട്ടിത് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും എത്തണം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളവും കൂടെ വറ്റിക്കഴിഞ്ഞാൽ സെറ്റാണ്. അത് ഈ വെളുത്ത് കാണുന്നതുണ്ടല്ലോ അത് ഒന്ന് ആറി കഴിയുമ്പോഴേക്ക് നല്ല കളറാവുമേ. അതുകൊണ്ട് നമ്മൾ കപ്പ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോഴാണ് ചിക്കൻ കറിയിലിടാൻ കുരുമുളകില്ല. ഞാൻ കുറച്ച് കുരുമുളക് വേഗം എടുത്ത് ചൂടാക്കിയെടുത്തിട്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടേ അങ്ങോട്ട് പൊടിച്ചങ്ങോട്ട് എടുക്കുന്നുണ്ടേ. എന്നിട്ട് നമുക്ക് ഇതും കൂടെ കുറച്ചങ്ങോട്ട് ചേർത്ത് കൊടുക്കണം നമ്മുടെ ചിക്കൻ കറിയിലോട്ട്. എന്നാലാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് കളറാവുള്ളൂ. കണ്ടോ കുറച്ച് കളറൊക്കെ മാറി വന്നില്ലേ. ഇനി നമുക്ക് ആ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് അതിനൊന്ന് നല്ല മിക്സാക്കി നല്ല പരുവത്തിലാക്കി എടുക്കാം. ഒരു സ്പൂൺ 1.5 സ്പൂൺ വരെയൊക്കെ ഞാൻ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഒത്തിരി വലിയ എരിവൊന്നും ഉണ്ടാവത്തില്ല, ചെറിയ എരിവേ ഉണ്ടാവുള്ളൂ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് അതിനെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് ഒരിച്ചിരി ഒരു 5 മിനിറ്റ് തുറന്ന് വെച്ചിട്ട് അങ്ങോട്ട് വേവിക്കാം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ഒരു ടെക്സ്ചർ ആവുക. നോക്കിക്കോ നമ്മുടെ ചിക്കൻ കറിയുടെ കളർ കണ്ടോ. അപ്പോൾ നല്ല കളറായില്ലേ. ഇത് കണ്ടില്ലേ കപ്പയുടെ കൂടെ വിളമ്പിയപ്പോൾ എന്താ അടിപൊളിയെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.